ഇതിലും വലിയ നാണക്കേട് ഇന്ത്യക്ക് കിട്ടാനില്ല. ശ്രീലങ്ക ആകെ കൂടി 230 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഏകദിനത്തിൽ. അതുപോലും ഇന്ത്യക്ക് മറികടക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനം സമനിലയാവുകയാണ് ചെയ്തത്. പേര് കേട്ട ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നു. രോഹിത് ശർമ്മ, കോഹ്ലി അടക്കമുള്ള എല്ലാ താരങ്ങളും ടീമിലുണ്ട്. എന്നിട്ടും ഇന്ത്യ സമനിലയായി മാറി. കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ കളി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ജയിക്കേണ്ട കളി സമനിലയായപ്പോൾ രോഹിത് ശർമ്മ ദേഷ്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഓപ്പണിംഗിൽ മികച്ച കളി ഇന്ന് കാഴ്ചവെച്ചു. 75 റൺസ് വരെ ഒരു വിക്കറ്റ് പോലും ഇന്ത്യൻ ടീമിന്റെ പോയിട്ടുണ്ടായിരുന്നില്ല. ആ ടീമിന് 230 റൺസ് മറികടക്കാൻ സാധിക്കില്ലെങ്കിൽ അത് വലിയ നാണക്കേട് തന്നെയാണ്. എല്ലാ താരങ്ങളും ഒരുമിച്ച് കളിച്ചാൽ മാത്രമേ കളി നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയ്ക്കും ചെറിയ സ്കോർ ആയിട്ടും ഇന്ത്യൻ ടീം തോറ്റത്തിൽ എനിക്ക് നിരാശയുണ്ട്. ഏകദിനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ്. സഞ്ജുവിനെ പോലെയുള്ള മികച്ച താരങ്ങൾ ഏകദിനത്തിലേക്ക് വരണം. ഇന്ത്യൻ ടീമിന് എന്താണ് പറ്റിയതെന്ന് വ്യക്തമല്ല. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു. ഹർഷദീപ് സിംഗിനെ ഒരു സിംഗിൾ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അവൻ അവസാനം ഇങ്ങനെ ആഞ്ഞടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി ബൗളേഴ്സിനെയും ബാറ്റിംഗ് പരിശീലനം കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ജയിക്കേണ്ട മത്സരം അവസാനം കൊണ്ടുപോയി കളയും. തെറ്റുകൾ ഞങ്ങൾ കണ്ടെത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഹർഷദീപ് ഒരു സിംഗിൾ എടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹർഷദീപ് ആഞ്ഞു വീശാനാണ് നോക്കിയത്. അതുകൊണ്ട് താരം LBയിലൂടെ പുറത്തായി. ഇതോടുകൂടി കളി സമനിലയായി. ശരിക്കും ശിവൻ ദൂബയ്ക്ക് ജയിപ്പിച്ചു പോകേണ്ട മത്സരമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാന നിമിഷമാണ് ദൂബെ ഔട്ടായത്. അതാണ് ഇന്ത്യക്ക് പണിയായത്. അവസാനം ഇന്ത്യ ഓൾ ഔട്ടായി. അങ്ങനെ ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനം സമനിലയായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.